ഞാൻ എണ്ണ തേച്ച് കുളിക്കുന്നുണ്ട്. ഇന്ന് ആദർശേനും തലയിൽ എണ്ണയൊക്കെ എടുത്ത് പരത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എണ്ണ തേക്കാൻ ഭയങ്കര മടിയാട്ടോ. എനിക്ക് അച്ഛൻ എണ്ണ തേച്ച പിന്നെ എവിടുന്ന ഇല്ലാത്ത അലർജിയും അതും ഇതൊക്കെ ആയിട്ട് ഓരോ പ്രശ്നം കേട്ടോ. തലമുടി നന്നായിട്ട് ഉണക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും. അപ്പൊ ഈ സമയത്ത് ഡ്രയർ യൂസ് ആക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. പറയണവരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമല്ലേ കൊറിയൻ ഗ്ലാസ് സ്കിൻ. നമ്മുടെ സ്കിൻ എക്സാക്ട് അങ്ങനെ ആക്കാൻ പറ്റില്ലെങ്കിൽ അധികം പൈസ ചെലവില്ലാതെ ഏതാണ്ട് അതേ ലുക്കിലാവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗുഡ് വൈബ്സിന്റെ ബ്രൈറ്റനിങ് റൈസ് ടോണർ. അതിന്റെ ഒപ്പം തന്നെ റൈസിന്റെ ബ്രൈറ്റനിങ് ജെൽ ക്രീം. നമുക്ക് ഒട്ടുമിക്കവർക്കും അറിയാം റൈസിന്റെ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിനും ഫേസിനും എത്രയോ ഗുണങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഡൾ സ്കിൻ ആച്ചെങ്കിൽ അത് മാറ്റി ബ്രൈറ്റ് ആവാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നെ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ട് വെക്കാൻ സഹായിക്കും. സൺ എക്സ്പോഷറും മൈൽഡ് റെഡ്നെസ്സും ഇറിറ്റേഷനും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് കാം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ റൈസ് വാട്ടറിലുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ഏർലി മോർണിംഗ്സിലെ റിങ്കിൾസിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ചുരുക്കി പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് മാറി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ 2 നേരം യൂസ് ചെയ്യണം കേട്ടോ. ആദ്യം ടോണർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ക്രീം അപ്ലൈ ചെയ്യാട്ടോ. പർപ്പിളാണ് ഈ പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസിന് കിട്ടട്ടെ. അപ്പൊ വേണ്ടവർ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാട്ടോ. ഇന്ന് നമുക്ക് നൈസായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കറണ്ട് പോയതാണ്. കുറച്ചധികം സമയം കണ്ടിട്ട് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം നമ്മളെല്ലാവരും വേർത്ത് കുളിച്ചൊരു ഇതായിട്ടുണ്ടായിരുന്നു. ഉഷ്ണിച്ചിട്ട് വെച്ചാൽ ഇവിടെ ഇരിക്കാനേ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ ജനാലയൊക്കെ തുറന്നിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ കുഞ്ഞുമണീനെ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചേരം ഇവനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കട്ടെ. പിന്നെ വൈകിട്ട് നമുക്ക് ആവിയാകുമ്പോഴത്തേക്ക് ഉണ്ണിനാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.